KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലെ തന്റെ വീട്ടിൽ പരിപൂർണ്ണ വിശ്രമത്തിൽ തുടരുകയാണിപ്പോൾ. മാർച്ച് 2 വരെയുള്ള അവരുടെ എല്ലാ പരിപാടികളും റദ്ദാക്കിയെന്ന് അറിയുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മന്ത്രി പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. പത്തനംതിട്ടയിലെ അങ്ങാടിക്കൽ നിന്ന് ഷിജോ കുര്യൻ തത്സമയം ചേരുന്നു. ഷിജോ, ഗുഡ് മോർണിംഗ്. പറയൂ, അങ്ങാടിക്കലെ വസതിയിൽ പൂർണ്ണമായ വിശ്രമത്തിലാണോ മന്ത്രി വീണ ജോർജ്? വെരി ഗുഡ് മോർണിംഗ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അങ്ങാടിക്കലുള്ള വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിലാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂർ പരിയാരം ആശുപത്രിയിൽ നിന്നുള്ള ചികിത്സയൊക്കെ പൂർത്തിയാക്കി ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇന്നലെ രാവിലെ മുതൽ, അതായത് രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി അവിടുന്ന് ഇറങ്ങിയത്. അതിനുശേഷം രാത്രി വരെ മന്ത്രി എവിടെയാണ് എന്നൊരു കാര്യത്തിനകത്ത് പൂർണ്ണമായിട്ടും അവ്യക്തതയായിരുന്നു. മന്ത്രിയെക്കുറിച്ച് ആർക്കും തന്നെ യാതൊരു വിധത്തിലുമുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയോ, അതല്ല എങ്കിൽ തിരുവനന്തപുരത്തെ തൈക്കാടുള്ള ഔദ്യോഗിക വസതിയിലേക്ക് പോയോ, അതോ മറ്റെവിടെയെങ്കിലും തുടർ ചികിത്സയ്ക്ക് വേണ്ടി പോയോ, അങ്ങനെയുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും അതേക്കുറിച്ച് മന്ത്രി എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരമോ അറിയിപ്പോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി 8 മണിയോടുകൂടിയാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നത്. കഴുത്തിന് ക്ഷതമേറ്റ ആരോഗ്യമന്ത്രി കണ്ണൂരിലെ ചികിത്സയ്ക്ക് ശേഷം പത്തനംതിട്ട അങ്ങാടിക്കലുള്ള വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിലാണെന്നുള്ളതാണ്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ മന്ത്രിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മന്ത്രിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി, അവിടെ മന്ത്രിയുടെ വീടിന് മുമ്പിൽ ഒരു കാറും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്. മന്ത്രി ആ വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ലഭിച്ചിരിക്കുന്ന വിവരം. മാർച്ച് 2 വരെയുള്ള മന്ത്രിയുടെ എല്ലാ പരിപാടികളും പത്തനംതിട്ട ജില്ലയിലും മറ്റ് ജില്ലകളിലുമൊക്കെയുള്ള മന്ത്രിയുടെ എല്ലാ പരിപാടികളും പൂർണ്ണമായിട്ട് ഇപ്പോൾ അത് റദ്ദ് ചെയ്തിട്ടുണ്ട്. 2-ാം തീയതിക്ക് ശേഷമായിരിക്കും മന്ത്രി മറ്റ് ഔദ്യോഗിക പരിപാടികളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. മന്ത്രിക്ക് ക്ഷതമേറ്റതിന് പിന്നാലെ തന്നെ, അതായത് കണ്ണൂരിൽ വെച്ച് ഈ പ്രതിഷേധവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നാലെ തന്നെ പത്തനംതിട്ട ജില്ലയിലുള്ള വിവിധ പരിപാടികൾ, സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ അത് ജില്ലയിൽ വെച്ച് തന്നെ അതൊന്ന് മാറ്റിവെച്ചിരുന്നു. അതേ തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി അറിയിപ്പ് വന്നത്. എന്തായാലും മന്ത്രി ഇപ്പോൾ കണ്ണൂരിലെ പരിയാരം ആശുപത്രിയിൽ നിന്ന് വന്നത്, വീട്ടിലേക്ക് വന്ന കാര്യത്തിലടക്കം വലിയ തരത്തിലുള്ള ആക്ഷേപം ഇപ്പോൾ പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് കഴുത്തിന് ക്ഷതമേറ്റ മന്ത്രിക്ക് പൂർണ്ണ വിശ്രമമാണ് പറഞ്ഞിരുന്നത്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷം മാത്രമേ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കുകയുള്ളൂ എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ രാത്രി 10 മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് ചേരുന്നു. അപ്പോൾ മന്ത്രിയുടെ ആവശ്യപ്രകാരം പുലർച്ചയോടുകൂടി തന്നെ ഡിസ്ചാർജ് വാങ്ങുന്നു. ICUവിൽ ചികിത്സയിൽ കിടന്ന ഒരാൾ എങ്ങനെ അവിടുന്ന് ഡയറക്റ്റ് പുറത്തേക്ക് ഡിസ്ചാർജ് വാങ്ങി വരുന്നുള്ള ആക്ഷേപമൊക്കെ ഉയർന്നതിനിടയിലേക്കാണ് മന്ത്രി ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി 8 മണിക്ക് അങ്ങാടിക്കുള്ള വീട്ടിലേക്ക്. താങ്ക് യു. ഷിജോ കുര്യനാണ് അങ്ങാടിക്കൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന്. മന്ത്രി വീണ ജോർജ് അങ്ങാടിക്കലെ അവരുടെ വസതിയിൽ വിശ്രമത്തിലാണിപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.